നമ്മൾ കാത്തിരുന്ന ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്ന ഡ്രാഗൺ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ലക്കി ചാമ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാർ അതേ വന്ന് തൊട്ടു പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോറി, ഞാൻ പുള്ളിക്കാരിയോട് 410 എന്നാണ് പറഞ്ഞത്. ഇത് 140 ആയിരുന്നു. എനിക്ക് ഡിസ്കാൽക്കുലിയ ഏതായിരുന്നു രോഗം ഞാൻ മറന്നുപോയി. ഇവിടെ ഉള്ള നമ്പേഴ്സ് തന്നെ, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എനിക്ക്. ഇതാട്ടോ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന ക്ലാസ് റൂം. ഞങ്ങൾ മേലെയായിരിക്കുന്നത് അവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളിരിക്കണേ. ഇന്ന് മുന്നത്തെ ഇവിടെ മാത്സിൻ്റെ ക്ലാസ് ആയിരുന്നു തോന്നുന്നു. മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലയൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. -b +or - (b² - 4ac/2a). ഞാൻ എൻ്റെ സ്ഥലത്ത് പോയിരിക്കട്ടെ. അടുത്തൊരു ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം OneNote. ഇപ്പം ഞാൻ 2 ഇയർ കോഴ്സല്ലേ ചെയ്യുന്നത്. എൻ്റെ 2 ഇയർ കോഴ്സിൽ ഞാൻ പഠിക്കുന്ന എൻ്റെ എല്ലാ സബ്ജക്റ്റും ഈ ഒരൊറ്റ ആപ്പിനകത്താണ്. അതായത് ഞാൻ പഠിക്കുന്ന മൊത്തം സാധനങ്ങളും ഈ ഒരു ആപ്പിലുണ്ട്. കാണിച്ചു തരാമേ. ഞാനിവിടെ സ്ലൈഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഞാൻ പഠിക്കാൻ നേരത്തുണ്ടോ ഇങ്ങനെ എഴുതാം സൈഡിൽ. അതുപോലെ സ്ലൈഡ്സിൽ തന്നെ എഴുതാം. കണ്ടോ കളർ പെൻസിലൊക്കെ ഉണ്ട്, ഹൈലൈറ്ററൊക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ചില ഷോപ്സിൽ സ്റ്റുഡൻറ് കാർഡ് കാണിച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. സോ ഐ തിങ്ക് ഇന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബിൽഡിംഗ് യൂണിവേഴ്സിറ്റിയുടെ ആണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ക്ലാസ് നടക്കാറുണ്ട്. ഞങ്ങളുടെ ഫാർമക്കോളജിയിലൊക്കെ ക്ലാസ് അവിടെ നടക്കാറുണ്ട്. ആംബുലൻസ് വരുമ്പോൾ എല്ലാ വണ്ടികളും സൈഡിൽ നിർത്തിയിരുന്നുണ്ടോ? എല്ലാ വണ്ടികളും റൈറ്റ് സൈഡിലേക്ക്. അതിനൊരു തളർച്ച. ഇപ്പൊ പറഞ്ഞു. പിന്നെ സൈക്കിള് ഡോക്ക് ചെയ്യുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ KSRTC.
ഓട്ടറേയും 1 നോട്ടും പറഞ്ഞില്ലേ. ഇനി നമ്മൾ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് എങ്ങനെ പഠിക്കുന്നതെന്ന് നോക്കാം. ഓട്ടറേയിൽ ഞാൻ എടുത്ത ട്രാൻസ്ക്രിപ്റ്റ് ഇല്ലേ, ആ ട്രാൻസ്ക്രിപ്റ്റ് അങ്ങ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്ന സാധനം ഇവിടെ വരുമ്പം നമ്മൾ ഇവിടെ നോട്ട്ബുക്ക് LMലേക്ക് ഇട്ട് കൊടുക്കുന്നു. നോട്ട്ബുക്ക് LM. ആ റിസോഴ്സുകളെല്ലാം ഞാൻ നോട്ട്ബുക്ക് LMൽ ഇടും. അവർ തന്ന ട്രാൻസ്ക്രിപ്റ്റ് ഇടും, സ്ലൈഡ്സും ഇടും. നല്ല നോട്ട്, അടിപൊളി നോട്ട് കിട്ടും. Give me MCQ questions from this എന്നടിച്ചാൽ MCQ questions വരും. ഇനിയും നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ല ChatGPT ചെയ്യുന്നത്. വൈ നോട്ട് ChatGPT എന്ന് ഞാൻ പറയാം. ChatGPT അടുത്ത് നമ്മൾ ചോദിക്കും ചില കാര്യങ്ങളൊക്കെ ChatGPT അങ്ങ് ആകാശത്തു നിന്ന് എടുത്തു തരും. ആ പരിപാടി നോട്ട്ബുക്ക് LM കാണിക്കത്തില്ല. നമ്മൾ കൊടുത്ത റിസോഴ്സിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട്ബുക്ക് LMൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പം തരത്തുള്ളൂ. അടുത്ത ആപ്പാണ് ഇതോ കിടക്കുന്നു, ക്വിസ്ലെറ്റ്. ക്വിസ്ലെറ്റിന് നമ്മൾ ഇതുപോലെ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള PDF ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വിസ്ലെറ്റിൽ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ പോകാൻ നേരത്ത് ചുമ്മാ ഇങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലും ക്വിസ്ലെറ്റ് യൂസ് ചെയ്യുന്ന ഫ്ലാഷ് കാർഡിന് വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കായി AI ജനറേറ്റഡ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി തരുന്നു. ഹലോ ടെസ്റ്റിംഗ്, ഹലോ ജംഗിൾ AI. അപ്പോൾ നമ്മൾ ഇതെടുക്കുന്നു, സ്റ്റാർട്ട് സ്റ്റഡിയും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്വിസ്സുകൾ വരും. ക്വിസ് ചെയ്ത് നമ്മൾ പഠിച്ച് വളരുന്നതനുസരിച്ച് ഇവിടെ ഈ മരവും വളരും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സൂര്യൻ എണീക്കുന്നതിന് മുന്നേ കോളേജിൽ പോയിട്ട് സൺറൈസിൻ്റെ ഒക്കെ നല്ല ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടില്ലേ. അപ്പോൾ ഒരു കമൻറ്റ്, യെസ് ഐ ആം ഡൺ.